എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്വിസ് കളിക്കാൻ മാത്രമല്ല പോകുന്നത്. ഈ ചോദ്യങ്ങൾ നമ്മളെ എങ്ങനെയാണ് കൂടുതൽ സ്മാർട്ടാക്കുന്നത് എന്നതിന്റെ പിന്നിലെ രഹസ്യം കൂടി കണ്ടെത്താൻ പോവുകയാണ്. അപ്പോ തുടങ്ങിയാലോ? ശരി, നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ വാമപ്പ് നടത്താം. ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്. നിങ്ങളുടെ ഓർമ്മശക്തിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഇതാ ആദ്യത്തെ ചോദ്യം. അതെ, വജ്രം. ഉത്തരം കിട്ടിയോ? കൊള്ളാം. അപ്പോ ആ വിവരം നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയോ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത്തവണ സ്പോർട്സിൽ നിന്നാണ്. ധ്യാൻ ചന്ദ്. അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ പറ്റിയെങ്കിൽ കൊള്ളാം. ശരിക്കും കായികലോകത്തെ ഒരു ഇതിഹാസമാണ് അദ്ദേഹം. ഇനി ഒരെണ്ണം കൂടി. ഇത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ്. നോക്കിയാലോ? ഫ്രാൻസ് തന്നെ. 3ൽ 3 ശരിയാക്കിയവരുണ്ടോ? ഗംഭീരം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോ നിങ്ങളുടെ ബ്രെയിനൊരു ചെറിയ പണി കിട്ടിയ പോലെ തോന്നിയില്ലേ? വെറുതെയല്ല, അതിനൊരു കാരണമുണ്ട്. അതെ, ഇതൊരു വെറും ഗെയിം മാത്രമല്ല. ഇതിന് പിന്നിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഈ ലളിതമായ ചോദ്യം ചോദിക്കലും ഉത്തരം പറയലുമൊക്കെ നമ്മുടെ പഠനത്തെയും ഓർമ്മയെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഈ ക്വിസ് ഫോർമാറ്റ് പഠിക്കാനായിട്ട് ഇത്രയും എഫക്റ്റീവാകുന്നത് എന്ന്? ഇതിന് പിന്നിൽ വളരെ സിമ്പിൾ എന്നാൽ ഭയങ്കര പവർഫുള്ളായ ഒരു ശാസ്ത്രമുണ്ട്. അപ്പോ കാര്യത്തിന്റെ കാതൽ ഇതാണ്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങൾ നമ്മുടെ തലച്ചോറിനെ വിവരങ്ങൾ ഓർത്തെടുക്കാൻ നിർബന്ധിക്കുകയാണ്. ഇതുതന്നെയാണ് നല്ല പഠനത്തിന്റെ താക്കോലും. നോക്കൂ, പഠിക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് പാസീവ് ലേണിംഗ്, അതായത് ഒരു പുസ്തകം വായിക്കുകയോ ഒരു ലെക്ചർ കേൾക്കുകയോ ചെയ്യുമ്പോൾ വിവരങ്ങൾ നമ്മളിലേക്ക് വെറുതെ ഒഴുകിയെത്തുന്നു. എന്നാൽ രണ്ടാമത്തേത് ആക്റ്റീവ് റീകോൾ ആണ്. ഒരു ക്വിസ് ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. നമ്മുടെ തലച്ചോറ് ആ വിവരം എവിടെയാണെന്ന് തിരഞ്ഞ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പുറത്തെടുക്കണം. ഈ ഒരു പ്രോസസ്സില്ലേ, അതാണ് നമ്മുടെ ഓർമ്മയെ ശരിക്കും ബലപ്പെടുത്തുന്നത്. ഈ ആക്റ്റീവ് റീകോളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. അതുമാത്രമല്ല, പരീക്ഷ എഴുതുമ്പോൾ നല്ലൊരു കോൺഫിഡൻസും കിട്ടും. പിന്നെ സ്വയം പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനുമുള്ളൊരു താൽപ്പര്യമുണ്ടാകും. ശരി, അപ്പോ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ പവർ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് ജനറൽ നോളജിന്റെ വിശാലമായ ലോകത്തേക്കൊന്ന് പോകാം. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്തിനെക്കുറിച്ചും ക്വിസുകൾ ഉണ്ടാക്കാം, അല്ലേ? ഈ കാണുന്നതുപോലെ സൗരയൂഥവും ബയോളജിയും മുതൽ ഇന്ത്യൻ ചരിത്രം, നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ചരിത്രം, മലയാള സാഹിത്യം, സ്പോർട്സ്, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഇതിലെല്ലാം അറിവ് നേടാൻ ക്വിസുകൾ ഒരു അടിപൊളി ടൂളാണ്. ഇതൊന്ന് പ്രായോഗികമായി നോക്കിയാലോ? നമുക്ക് സ്പോർട്സിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണമെടുക്കാം. ദാ ഈ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു മലയാളിക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വരും. അതെ, IM വിജയൻ, ഇന്ത്യൻ ഫുട്ബോളിന്റെയും കേരളത്തിന്റെയും ഐക്കൺ. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വന്തം മാതൃഭാഷയിൽ പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ പഠിക്കുമ്പോൾ ആ വസ്തുതകൾ ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. ആശയങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് മലയാളികളായ നമുക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ പറ്റുന്നൊരു ചോദ്യം നോക്കാം. ഇത് പല PSC പരീക്ഷകളിലും സ്ഥിരം ചോദിക്കുന്ന ഒന്നുകൂടിയാണ്. കേരളത്തിലെ നദികളുടെ എണ്ണം. ഉത്തരം 44. കണ്ടില്ലേ, ഒരു പുസ്തകത്തിൽ കേരളത്തിൽ 44 നദികളുണ്ട് എന്ന് വായിച്ചു പോകുന്നതിനേക്കാൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ആ നമ്പർ നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ ഉറയ്ക്കും. അപ്പോ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? എന്തിനാണ് ഈ ജനറൽ നോളജ്? ഒരു ക്വിസിന് ജയിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അതിനേക്കാളൊക്കെ ഒരുപാടുണ്ട്. സത്യത്തിൽ പൊതുവിജ്ഞാനം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും അതിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള സ്ഥാനത്തെക്കുറിച്ചും നല്ലൊരു ധാരണ തരുന്നുണ്ട്. നിങ്ങൾ PSC, UPSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളാണെങ്കിലും സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിലും എന്തിന് സാധാരണ ചർച്ചകളിൽ പോലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കണമെങ്കിലും പൊതുവിജ്ഞാനം അത്യാവശ്യമാണ്. ജീവിതകാലം മുഴുവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, ക്വിസുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് അറിയാം എന്ന് അളക്കാനുള്ള ഒരു ടെസ്റ്റ് മാത്രമല്ല, മറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ക്ഷണമാണ്. ഓരോ ചോദ്യവും പുതിയൊരറിവിലേക്കുള്ള വാതിലാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ആ ഒരു തവർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി.